അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു പുതുമാറ്റം, അതായത് ഒരു പുത്തൻ ചുവടുവെപ്പ്. നമുക്കും അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് അത് കിഡിലനായിട്ട് തന്നെ സാധനം വരാനിരിക്കുന്നു. അതിൻ്റെ തുടക്കം അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര കൊടൂരായിട്ടും കിഡിലൻ സാധനം. അതായത് എടുത്തു പറയേണ്ടത് ഡൊമിനിക്കരും, പിന്നെ അത് ചെയ്തു വെച്ചേക്കണ ലെവല്. കാരണം ഇതിനേക്കാളും മുന്നേ ആകെ ഒരു സിനിമ ആൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു, തരംഗം. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. പക്ഷേ ആളുടെ ഈ സിനിമ ഒക്കെ കണ്ടത് നമ്മൾ വിചാരിക്കും ഒരുപാട് എക്സ്പീരിയൻസ്, അമ്മാതിരി സാധനം ആൾ ചെയ്തു വെച്ചേക്കണം. പിന്നെ ശാന്തി ബാലചന്ദ്രൻ, ഇങ്ങനത്തെ ഒരു തീം കിട്ടി അത് ഇങ്ങനെ ഇത്രയും ഇമ്പാക്റ്റിൽ നമ്മൾക്ക് എത്തിക്കുക എന്ന് പറയണത് അത് ചില്ലറ കാര്യമല്ല. അത് വൺ റിസ്ക് ആണത്. കാരണം ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് മൂവി നമുക്കൊരു 30-40 കോടി ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ DQ, അത് വേറെ എടുത്ത് പറയേണ്ട ഒരു ഘടകം. ഈ 30 കോടി അല്ലെങ്കിൽ 40 കോടിക്കകത്ത് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഈ സൂപ്പർ ഹീറോ പടങ്ങളെന്ന് പറയുമ്പോൾ വൺ മാർജിനിലാണ് അവർ ചെയ്യുന്നത്, വൺ സെറ്റപ്പിൽ. നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് മിന്നൽ മുരളിയൊക്കെ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നഷ്ടപ്പെട്ട ഒരു പടമാണ്. അപ്പോൾ എങ്കിൽ കൂടി നമുക്ക് ഈ പടം അനൗൺസ് ചെയ്ത അന്ന് തൊട്ടിട്ട് നമ്മളിതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇതിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മുടെ മനസ്സിലൊരു ആശങ്ക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ വന്നിട്ട് നമ്മളൊരു സൂപ്പർ ഹീറോ മൂവി ചെയ്യുന്നു, അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇപ്പോൾ അത് വരിക എന്നുള്ളത് വലിയൊരു ആശങ്കയായിരുന്നു അത്. കാരണം ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, ട്രോളന്മാർക്ക് ട്രോളി കൊല്ലാനുള്ള വകുപ്പായി സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എങ്ങനെ ഒരു കഥാപാത്രത്തിനെ ഒന്ന് ഇങ്ങനൊരു ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് അറിയാനുള്ള വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ നമ്മൾ പോയപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ പ്രതീക്ഷിച്ചാൽ അതിൻ്റെ ഇരട്ടി സാധനം കിട്ടി. ഗംഭീരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് സാധനം. അത് പിന്നെ എടുത്തു പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടർ, പിന്നെ അതുപോലെ തന്നെ JHP ജോയ് പിന്നെ നമ്മൾ പറയണ്ട, കാലങ്ങളായിട്ട് മൂപ്പരാളിപ്പോൾ ഒന്നിങ്ങനെ നമുക്ക് കൂടുതലേ പറയാനുള്ളൂ. അത്രയും നന്നായിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി നമുക്ക് വേറെയുള്ള സിനിമകളിലൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ, നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഫ്രെയിംസൊക്കെ അയ്യോ ഗംഭീരം. ആ സ്ട്രീറ്റൊക്കെ ഒന്നും പറയാനില്ല, അതിഗംഭീരമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പടം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കല്യാണി പ്രിയദർശൻ അല്ലാണ്ട് വേറെ ആരും മലയാളത്തിൽ നിന്നില്ല. അത് അത്ര പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ്യൂമിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതൊരു മലയാളി ആയിട്ട് അങ്ങനെ ഒരു അങ്ങനെ തോന്നില്ല. അത് ശരിക്കും ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രം അത് എന്ത് രസമായിട്ടാണ് മൂപ്പരാൾ ചെയ്തേക്കണത്. അതിന് അതായത് നമുക്ക് തിയേറ്ററുകളിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ലാലേട്ടൻ, മമ്മൂക്ക അല്ലെങ്കിൽ നമ്മുടെ കുറേ സൂപ്പർ സ്റ്റാർസ് അവരൊക്കെ വരുമ്പോഴാണ് നമുക്ക് തിയേറ്ററിൽ ഭയങ്കര പഞ്ച്, ഭയങ്കര ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാകുക. നമുക്ക് ഭയങ്കരമായിട്ട് കൈയടിക്കുക ചില മാസ് സീൻസ് ഇതൊക്കെ. ഇത് ചന്ദ്രനെ കാണിക്കുന്ന സീനുകൾ അല്ലെങ്കിൽ ചന്ദ്രയുടെ ഒരു നോട്ടം, എക്സ്പ്രഷൻ ഇതൊക്കെ ഗംഭീരമാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് മൂപ്പരാളത് ചെയ്തേക്കണത്. കല്യാണി പ്രിയദർശൻ ഈ പടത്തിൽ എന്താ പറയുക, മൂപ്പരാളുടെ പടമാണിത്, കല്യാണി പ്രിയദർശൻ്റെ പടം. പിന്നെ അതുപോലെ തന്നെ നസ്ലിം പിന്നെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഇതന്നെ നമുക്ക് ഒരു പാറ്റേൺ മാറ്റിയിട്ടൊന്നുമല്ല. പക്ഷെ അത് ഈ പടത്തിന് ഭയങ്കര ആപ്റ്റായിട്ട്, ഈ പടത്തിന് അതാണ് വേണ്ടത്, അത് ഗംഭീരമായിട്ട് മൂപ്പരാളത് ചെയ്തു. അത് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പടത്തിൻ്റെ കാസ്റ്റിംഗ്. പിന്നെ ചന്തു സലീം കുമാർ, നമുക്ക് ഒരു സലീം കുമാർ തന്നെയായിട്ടാണ് മാനേഴ്സൊക്കെ ഫീൽ ചെയ്യുക. സലീം കുമാർ തന്നെ, അതായത് നമുക്ക് പല സീനുകളിലും നമുക്ക് തോന്നും അത് സലീം കുമാറല്ലേ. അപ്പോൾ സലീം കുമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെജൻഡ് ആക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു 50% വെച്ച് നോക്കാൻ പറ്റും. പക്ഷേ നല്ല രീതിക്ക് മൂപ്പരാൾ ആ റോൾ കൈകാര്യം ചെയ്തു. പിന്നെ എടുത്ത് പറയേണ്ടത് സാൻഡി മാസ്റ്റർ. അത് പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ലിയോ പടം നമ്മളതിനെ ആ പടത്തിലേക്ക് കൊണ്ടുപോകുന്ന തന്നെ ആ ആദ്യത്തെ 10 മിനിറ്റാണ്. ആ 10 മിനിറ്റ് ആളാണ് അത് ചെയ്തു വെച്ചേക്കണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആളെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തെന്തോ അത് അതുപോലെ തന്നെ കിഡിലനായിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ സീൻസൊക്കെ കിടിലം, അടിപൊളി. അവരെടുത്തേക്കുന്ന തീം
നമ്മളിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ അതായത് ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൂപ്പർ ഹീറോസിനെ നമുക്ക് അഴിഞ്ഞാടാൻ വിടാം, നമുക്ക് പിന്നെ എന്തും കാണിക്കാം. അപ്പം അതുപോലെ ആ ഒരു സംഭവം ഉണ്ടാക്കി നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കാനും പിന്നെ അതിനുശേഷം ആ ക്യാരക്ടറിനെ പറത്തി വിടാൻ എന്നുള്ളത് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കമാണിത്. ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ അപ്പുറം എന്നുള്ളതാണ് ഈ പടം നമുക്ക് കാണിച്ചു തരുന്നത്. ചാപ്റ്റർ 2ഉം 3ഉം 4ഒക്കെ അതിഗംഭീരമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പടത്തിൻ്റെ പേര് മുന്നത്തെ അത് മാറ്റിയത് ഈ പടത്തിന് ഒരുപാട് ഗുണം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. അത് കാരണം നമുക്ക് ആ ഒരു പകുതിയോട് അടുക്കുമ്പോഴാണ് നമുക്ക് ആ മിസ്റ്ററി നമുക്ക് ഫീലാവണം. അപ്പോൾ അത് നമുക്ക് ഒരു നല്ല മൊമെൻ്റാണ്. അത് നമുക്ക് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഒരു ത്രില്ലർ ഇത് കിട്ടിയായിരുന്നില്ല, നമുക്ക് ഒരു സസ്പെൻസ് നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരുന്നില്ല. അപ്പോൾ അത് അടിപൊളി. മൊത്തത്തിൽ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര. അതുകൊണ്ട് ഈ പടം തിയേറ്റർ തന്നെ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇത് നമ്മൾ OTT സ്റ്റഫല്ല. OTTയിൽ കണ്ടിരുന്ന് നമുക്ക് അതല്ല ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് നമ്മൾ പ്രതീക്ഷിച്ച ക്യാമിയോസ്, അതൊക്കെ ക്യാമിയോ റോളുകൾ പണ്ടേ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. അതൊക്കെ ഇതിൽ വരുന്നതും അവരുടെ ക്യാമിയോ റോളുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതും വ്യത്യസ്തമായിട്ട് തോന്നിയത് എന്താണെങ്കിൽ പല സിനിമകളിലും ഇപ്പോൾ സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ ഭയങ്കര നായകന്മാരുടെ പടങ്ങളിൽ ക്യാമിയോ റോൾസ് വന്നിട്ട് എന്താണ് ചില സീൻസ് മൊത്തം അവർ കൊണ്ടുപോകും. അതായത് ഹീറോ വന്നെങ്കിൽ നിൽക്കുന്ന സമയത്ത് അവർ വന്നിട്ട് ആ ഏരിയ മൊത്തം ആ സീനുകളൊക്കെ അവർ കയ്യടി പിടിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ ഇതല്ല. ഇത് ചന്ദ്ര എന്നുള്ള ക്യാരക്ടർ ആ ക്യാരക്ടറിനെ വിട്ട് ആ ക്യാരക്ടറിനെ മാറ്റി നിർത്തിയിട്ടാണ് അവർ വന്നിട്ട് അത് ചെയ്യണം. അപ്പോഴും ചന്ദ്ര എന്നുള്ള ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്, കിഡിലിനായിട്ട് അങ്ങനെ തന്നെയാണ് പ്രതിഷ്ഠിച്ചേക്കണത്. അതൊക്കെ ഗംഭീരമായിട്ടാണ് ക്യാമിയോ റോൾസ് വന്നേക്കണത് എല്ലാം. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, അതൊരു സ്പോയിലറാവും. പിന്നെ പടം കാണുന്നവർ തിയേറ്ററിൽ കാണുന്നവർ അവസാനം വരെ ഇരുന്ന് കാണുക. ഈ പടത്തിൻ്റെ നമ്മൾ സാധാരണ പറയണ പോലെ പടം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ പോകണം. ഇതത് മാത്രമല്ല, പേരെഴുതി കാണിച്ചതിന് ശേഷം പിന്നെയും ഇരിക്കുക. കാരണം 1-2 പ്രാവശ്യമായിട്ടാണ് പിന്നെയും വരണത്. നമ്മൾ പലപ്പോഴും കഴിക്കുമ്പോൾ പിന്നെയും ഉണ്ടാവും. അപ്പോൾ തിയേറ്ററിൽ വാച്ച് ചെയ്യുന്നവരെന്തായാലും അത് തിയേറ്ററിൽ ലൈറ്റൊക്കെ ഓഫ് ആക്കണവരെ വെയിറ്റ് ചെയ്യുക, ഫുള്ള് പടം കണ്ടിട്ട് ഇറങ്ങാം. കാരണം പാർട്ട് ചാപ്റ്റർ 2ലേക്ക് ഉള്ള സാധനം അവിടെയാണ് കിടക്കുന്നത്. അത് ഗംഭീരം. അതായത് ഒന്നും പറയാനില്ല. ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ചരിത്രം ആവാൻ പോകുന്നൊരു സിനിമ. അത്രയധികം ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സിനിമ. ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴാണ് ഇനി നല്ല ബിഗ് ബജറ്റ് മൂവീസൊക്കെ മലയാളത്തിൽ. നമുക്ക് ഇതുപോലൊക്കെ തന്നെയല്ലേ ബാക്കിയുള്ള മേഖലകളൊക്കെ വളർന്നത്. പണ്ട് എന്താ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള മറ്റുള്ള മേഖലകളൊക്കെ, അതുപോലെ നമ്മുടെ ഇവിടെയും ഒരുപാട് വളരട്ടെ. നമ്മൾ ഒരുപാട് കലാകാരുണ്ട്, എന്തോരം ആക്ടേഴ്സ്, എന്തോരം അത്രയും കഴിവുള്ളവർ. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി മുന്നിലാണെന്നാണ് എൻ്റെയൊക്കെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ പടം വിജയിക്കുന്ന പോലെ തന്നെ ഇനി ഇതിൻ്റെ പാട്ടുകളൊക്കെ ഒന്ന് വിജയിക്കട്ടെ. അപ്പം എല്ലാവരും കണ്ട് തിയേറ്ററിൽ തന്നെ കണ്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി. കഴിയാവുന്നവരൊക്കെ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്തായാലും ആശംസകൾ.